ദേശീയപാതയിൽ കൽപ്പറ്റ വെള്ളാരംകുന്നിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രമാണ് പെരുന്തട്ടയിലേക്കുള്ള ദൂരം. പ്രഭാത സവാരിക്കും സായാഹ്ന സവാരിക്കും ഏറെ അനുയോജ്യമായ സ്ഥലം. വിനോദസഞ്ചാര കേന്ദ്രമായി വളർത്തിയെടുക്കാൻ ഏറെ അനുയോജ്യമായ ഇടം. ദൂരെ ദിക്കുകളിൽ നിന്ന് ആളുകൾ കൂടുതലായി ഇവിടെ എത്തുന്നത് കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും ആസ്വദിക്കാനാണ്. ഞാനിപ്പോ വളരെ നല്ല മനോഹരമായിട്ട് സ്ഥലമാണല്ലോ. ഉദയവും അസ്തമയവും ഒക്കെ ഒപ്പരം കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. പിന്നെ നല്ല ഫ്രഷ് എയർ ആണ്. അതുകൊണ്ടൊക്കെ ഇങ്ങനെ വരാറുണ്ട് ഇവിടെ. പക്ഷേ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറ്റാം ഇവിടെ. പക്ഷെ അതിനുള്ള ഒരു സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ടോയ്ലറ്റോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. ഇതിനെ കൂടുതലൊന്ന് പ്രൊമോട്ട് ചെയ്താൽ ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓഫ് റോഡ് ഡ്രൈവിംഗ്, സൈക്ലിംഗ് എന്നിവ ഇവിടെ നിലവിൽ നടന്നു വരുന്നുണ്ട്. മുമ്പൊക്കെ ഓഫ് റോഡ് ഡ്രൈവിംഗ് അതുപോലെ തന്നെ സൈക്ലിംഗ് നടത്തുന്നതിനൊക്കെയുള്ള ഒരു ട്രാക്കൊക്കെ ഉള്ള ഒരു മനോഹരമായ ഭൂപ്രദേശമാണ് ഈ പെരുന്തട്ട എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായി കൂടുതൽ സഞ്ചാരികൾ എത്തി തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ സഞ്ചാരികൾക്ക് ആവശ്യമായ ഒരു സൗകര്യങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് പെരുന്തട്ട. ഒരു ഭാഗത്ത് മയിലാടിപ്പാറയും മണിക്കുന്ന് മലയും എതിർദിശയിൽ ചെമ്പ്രമലയുടെ സൗന്ദര്യവും ഇവിടെ നിന്നാൽ ആസ്വദിക്കാം. ചെമ്പ്രമലയുടെ താഴ്വാര പ്രദേശമാണ് പെരുന്തട്ട എന്ന ഈ മനോഹരമായ ഭൂപ്രദേശം. ഇവിടെ എത്തിയാൽ ശുദ്ധവായു, നല്ല എനർജി നമുക്ക് സമ്മാനിക്കുന്ന തരത്തിലുള്ള, നല്ല സന്തോഷം മനസ്സിന് പകരുന്ന തരത്തിലുള്ള, ഉല്ലസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള, വിനോദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാലാവസ്ഥയും അനുകൂലമായ സാഹചര്യങ്ങളുമാണ് പെരുന്തട്ടയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ സഞ്ചാരികളെ ആകർഷിക്കുന്ന പെരുന്തട്ട എന്ന ഈ ഗ്രാമം ഇനിയും വളരേണ്ടതുണ്ട്. സ്വകാര്യ മാനേജ്മെന്റിന്റെ എസ്റ്റേറ്റിനുള്ള റോഡായതിനാലും പൊതുസ്ഥലം കുറവായതിനാലും സ്വകാര്യ പങ്കാളിത്തത്തോടെ മാത്രമേ ഇവിടെ ടൂറിസം വികസന സാധ്യതയുള്ളൂ എന്നതാണ് പരിമിതി. എന്നാൽ ഇത് സാധ്യതയാക്കി മാറ്റിയാൽ കൂടുതൽ പേർക്ക് ആസ്വാദ്യകരമായ ഒരിടമാക്കി പെരുന്തട്ടയെ മാറ്റാം. പ്രഭാതങ്ങളിൽ സവാരിക്കായും സൈക്കിൾ സവാരിക്കും നടത്തത്തിനും ഒക്കെയായും സൂര്യോദയം കാണാനുമാണ് കൂടുതൽ സഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. അതേസമയം വൈകുന്നേരങ്ങളിലാകട്ടെ സായാഹ്ന സവാരിക്കും അസ്തമനം കാണാനും ആണ് കൂടുതൽ ആളുകൾ എത്താറുള്ളത്. ഒരു സ്ഥലത്ത് നിന്ന് തന്നെ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാം എന്നുള്ളതാണ് പെരുന്തട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പ്രകൃതി ഭംഗിക്കൊപ്പം ഇതുകൂടി ആസ്വദിക്കാനാണ് കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത്. ഇത് തീർച്ചയായും വരും കാലങ്ങളിൽ വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ജിൻസ് തോട്ടുംകരയ്ക്കൊപ്പം CB ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.